ജോലി ചെയ്യണം, ജോലി കള്ളം കാണിക്കാൻ പാടില്ല. അവർ സൈറ്റിൽ പോയാലോ അല്ലെങ്കിൽ അവർ പറയുന്ന പണി ചെയ്യുക, നമ്മളെ കായ്ക്കാൻ വേണ്ടി പണി ചെയ്യരുത്. ഒരു സൈറ്റിൽ പോയിട്ട് സാർ ഞാൻ അവിടെ പോയി വന്ന് എക്സ്പ്ലനേഷൻ പറഞ്ഞ ആൾക്കാർ നമുക്ക് വേണ്ട ആൾക്കാർ അവിടെ പോയി ആക്ച്വലി എന്താണ് പണി അത് ചെയ്യുക. ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാർ ഇന്നതാണ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അടുത്തെന്ത് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അടുത്ത സൈറ്റിലോട്ട് പോകുക, അടുത്ത പണി ചെയ്യുക. സോ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ വേണം നമ്മളെ കൂടെ വരാൻ, അല്ലാതെ ജോലി ഉഴപ്പുന്ന ആൾക്കാർ നമുക്ക് വേണ്ട. അടുത്ത് എൻ ഫോർ നീറ്റ് ആയിരിക്കണം. അതായത് അവരുടെ ഡ്രസ്സിങ് ആയാലും ശരി, മുടിയായാലും ശരി, ഇതായാലും ശരി, നമ്മുടെ ബോഡി ആയാലും ശരി, നമ്മുടെ ഡ്രസ്സിങ് എല്ലാത്തിലും നീറ്റ് ആയിരിക്കണം. അവർ ജോലിയിൽ നീറ്റ് ആയിരിക്കണം. ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പണി ചെയ്യുമ്പോൾ ലൊക്കേഷൻ നീറ്റാക്കി തിരിച്ചു വരണം. പണി ചെയ്തിട്ട് അവിടെ കൊണ്ടിട്ട് പൊടിയും ഡസ്റ്റും എല്ലാം ആക്കിയിട്ടിട്ട് വരരുത്. കസ്റ്റമർക്ക് പിന്നെ വേറെ ആളിനെ ക്ലീൻ ചെയ്യിപ്പിക്കരുത്. അതുപോലെ ചെയ്യുമ്പോൾ കേബിളിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ രീതിക്ക് ആ ട്രേക്കകത്ത് അതിന് വേണ്ടുള്ള സാധനങ്ങൾ വെച്ച് കേബിൾ ടേ ഒക്കെ വെച്ച് കറക്റ്റായിട്ട് അത് കാണുമ്പോൾ നീറ്റായിരിക്കണം. ഒന്ന്, അയാളുടെ പേഴ്സണാലിറ്റി നീറ്റായിരിക്കണം. രണ്ട്, അയാൾ ചെയ്യുന്ന ജോലി നീറ്റായിരിക്കണം. വൃത്തി ഉണ്ടാവും. ഓ ഫോർ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓണർഷിപ്പ്. നമ്മുടെ എംപ്ലോയീസ് എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ജോലി സ്വന്തം ജോലിയായിട്ട് എടുത്ത് ചെയ്യണം. ആ ജോലി ആ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആളായിരിക്കണം. ആ ഓണർഷിപ്പ് ഉണ്ടാവണം. ഇപ്പോൾ നമ്മളൊരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഇതെൻ്റെ ജോലിയാണ്, അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം നമ്മളുടെ ടീമിൽ വരാണ്. സോ ഓണർഷിപ്പ്, ആ ജോലിയുടെ ഓണർഷിപ്പ് എടുക്കാൻ പറ്റിയുള്ള ആളായിരിക്കണം. എൽ ഫോർ ലോയൽറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ലോയൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, നമ്മളുടെ ബിസിനസ്, നമ്മുടെ ജോലിയിൽ, നമ്മളടുത്ത് എല്ലായിടത്തും ഒരു ലോയൽറ്റി, മനസ്സിനകത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ഇഷ്ടം, ഒരു സ്നേഹം, ഒരു നന്ദി ഉള്ള ഒരാളായിരിക്കണം. രണ്ടാമത് ലീഡർഷിപ്പ്, അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ഓക്കെ, എന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കാനല്ല, അടുത്ത ലെവലിലോട്ട് പോകണം, പഠിക്കാൻ റെഡിയായിരിക്കണം, അടുത്ത ലെവലിലോട്ട് പോകാൻ തയ്യാറായിട്ടുള്ള ഒരു മൈൻഡുള്ള ആളായിരിക്കും. സോ ലീഡർഷിപ്പ് മസ്റ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ടീമിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. നമ്മൾ മാത്രം ജോലി ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് പണി ചെയ്യുന്നതല്ല പണി, അതിന് ചെയ്യിപ്പിക്കുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുത്ത് നടത്താൻ കഴിവുള്ള ഒരാളായിരിക്കണം. അടുത്ത ഒബൈ ദ ലോ. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒബൈ ദ ലോ അല്ലെങ്കിൽ ഒബൈ ദ റൂൾസ്. നമ്മൾ ഒരു ഓർഗനൈസേഷന് ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസും കുറേ റൂൾസും ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഗവൺമെൻറ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമുക്ക് വിധിച്ചിട്ടുള്ള കുറേ റൂൾസ് ഉണ്ടാവും. അതുപോലെ ചില ഓർഗനൈസേഷന് അവരുടെ റൂൾസ് ഉണ്ടാവും. സോ ഈ റൂൾസ് എല്ലാം പാലിക്കാൻ പറ്റിയ ആളായിരിക്കണം നമ്മളെ കൂടെ ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് കറക്റ്റായിരിക്കും, നമ്മൾ ഒബൈ ദ റൂൾസ് ആയിരിക്കും. എന്താണോ ആസ് പെർ ദ ലോ, ആസ് പെർ ദ ദിസ് തിങ്, നമ്മൾ അതുപോലെ പോവുമായിരിക്കും. അതുപോലെ നമ്മളെ കൂടെ വരുന്ന ആൾ അത് റെസ്പെക്ട് ചെയ്ത് ആ ലോ അക്സെപ്റ്റ് ചെയ്ത് ആ റൂൾസ് കറക്റ്റായി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ വരേണ്ടത്. അടുത്തത് ജി ഫോർ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുള്ള ആളായിരിക്കണം. ഇന്ന് അത് കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാം എനിക്ക് വേണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒരു തുളി പോലും നന്ദി കാണിക്കുന്ന ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ ടീമിലുള്ള ആൾക്കാർ നന്ദിയുള്ള ആളായിരിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ്, നമ്മുടെ കൂടെയുള്ള ടീമിനും വേണ്ടിയാണ്. സോ നമ്മൾ തിന്ന ചോറിന് നന്ദി കാണിക്കുന്നു പറയുന്നത്, ആ നന്ദി മസ്റ്റായിട്ട് വേണം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത്, കസ്റ്റമറിൽ നിന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത്, ഈ കമ്പനി വളരുന്നത് എല്ലാം നമുക്ക് വേണ്ടി എല്ലാം എൻ്റെ മുതലാളിക്ക് വേണ്ടിയാണെന്നുള്ള തോന്നൽ ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ വളർന്നു കഴിഞ്ഞാൽ എല്ലാവരും വളരും, ആ ടീം തന്നെ വളരും, ആ കമ്പനി തന്നെ വളരും. സോ ആ ഗ്രാറ്റിറ്റ്യൂഡ് വേണം, മനസ്സിനകത്ത് എപ്പോഴും നന്ദി വേണം. നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് എന്ത് നമുക്ക് വന്ന് ചേരത്തുള്ളൂ. സോ നന്ദി മനസ്സിനകത്ത് എപ്പോഴും വേണം, അങ്ങനെയുള്ള ആളായിരിക്കണം. ഏറ്റവും ലാസ്റ്റ് യെസ് മൈൻഡഡ് ആയിരിക്കണം. യെസ് മൈൻഡഡ് ആൻഡ് യൂത്ത്ഫുൾ. അതായത് യെസ് മൈൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ എക്സ്ക്യൂസ്. ഇവിടെ വന്നിട്ട് എക്സ്ക്യൂസ് പറയാൻ പാടില്ല. സാർ അത് കാരണമാണ്, ഇത് കാരണമാണ്, അവൻ കാരണമാണ്, അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല. നോ പറയുന്ന ആൾക്കാർ നമുക്ക് വേണ്ട. യെസ് മൈൻഡഡ് ആയിരിക്കണം. രണ്ടാമത് മൈൻഡിനകത്ത് യൂത്ത്ഫുൾനെസ് ഉണ്ടായിരിക്കണം. അയാൾ വയസ്സായിക്കോട്ടെ, അയാളുടെ വയസ്സും
ഏജ് ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ മൈൻഡ് എപ്പോഴും യൂത്ത്ഫുൾ ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ കോർ വാല്യൂസ്. ഈ കോർ വാല്യൂസ് ഉള്ള എംപ്ലോയീസ് മാത്രം മതി എൻ്റെ ടീമിൽ. ഇതില്ലാത്തവർ നമ്മുടെ ടീമിൽ വേണ്ട. അവർക്ക് ദ ഡോർ ഈസ് ഓപ്പൺ, ദേ ക്യാൻ ഗോ. കാരണം ഈ കോർ വാല്യൂ മാച്ച് ചെയ്യുന്ന ആൾക്കാർ മാത്രം എൻ്റെ ടീമിൽ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. ഇല്ലാത്തത് എനിക്ക് വേണ്ട. അതാണ് ഞാൻ ഇന്ന് കോർ വാല്യൂ കൊണ്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.